നമസ്കാരം. ഷെക്കൈന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിന ആശംസകൾ. ഞാൻ അനൂപ് ജോസഫ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. 3.5 വർഷമായി തുടരുന്ന റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അലാസ്കയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും തമ്മിൽ നടന്ന നിർണായക കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളിലേക്ക്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച അവസാനിച്ചു. 3 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സമാധാന കരാറായില്ല. റഷ്യ-യുക്രൈൻ വെടിനിർത്തൽ വിഷയത്തിൽ ധാരണയാകാതെയാണ് ചർച്ച അവസാനിച്ചത്. പല കാര്യങ്ങളിലും ധാരണയായി എന്നും എന്നാൽ അന്തിമ കരാറിലേക്ക് എത്തിയില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. നാറ്റോ രാജ്യങ്ങളുമായി ഉടൻ സംസാരിക്കും, അതിന് ശേഷം തുടർ നടപടിയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. യുക്രൈൻ സഹോദര രാജ്യമാണെന്നാണ് പുടിൻ്റെ പ്രതികരണം. റഷ്യയ്ക്ക് പല ആശങ്കകളുണ്ടെന്നും പുടിൻ പറഞ്ഞു. സെലൻസ്കി സർക്കാരാണ് അതിലൊന്ന്. സമാധാന ചർച്ചകളിൽ പുരോഗതിയെന്ന് പറഞ്ഞ പുടിൻ ചർച്ചകൾ തുടരുമെന്നും അറിയിച്ചു. ട്രംപിനെ പുടിൻ മോസ്കോയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അതേസമയം ധാരണയായ കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ട്രംപും പുടിനും വ്യക്തത നൽകിയിട്ടില്ല. അതേസമയം വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ചയിൽ സമാധാന കരാറിന് അടുത്തുവരെ എത്തിയെന്നും യുക്രൈൻ കരാർ അംഗീകരിക്കണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. റഷ്യയുടെ 3 വർഷത്തെ അധിനിവേശം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാർ ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടേതാണെന്നാണ് ട്രംപ് പറഞ്ഞത്. പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. ഇപ്പോൾ അത് പൂർത്തിയാക്കേണ്ടത് പ്രസിഡന്റ് സെലൻസ്കിയുടെ ഉത്തരവാദിത്തമാണ്. യൂറോപ്യൻ രാജ്യങ്ങളും ചെറുതായി ഇടപെടണം, പക്ഷേ അത് പ്രസിഡന്റ് സെലൻസ്കിയുടെ ഉത്തരവാദിത്തമാണ്, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പുടിനുമായി നടന്ന ചർച്ചയ്ക്ക് 10ൽ 10 മാർക്കാണ് താൻ നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. US-ലെ മൊത്ത വ്യാപാര മേഖലയിലുള്ള പണപ്പെരുപ്പ് നിരക്ക് വർദ്ധിച്ച് പുതിയ കണക്കുകൾ പുറത്തുവന്നു. 2022 ജൂണിന് ശേഷം പ്രതിമാസ നിരക്കിൽ വലിയ വർധനവ് ഉണ്ടായതുമൂലം വിലകൾ കുത്തനെയാണ് ഉയർന്നിരിക്കുന്നത്. ജൂലൈയിൽ ഉൽപ്പാദകർക്കും നിർമ്മാതാക്കൾക്കും ചെലവുകൾ കുത്തനെ ഉയർന്നതായാണ് റിപ്പോർട്ട് പറയുന്നത്. അമേരിക്കയിൽ ഉടനെ അവശ്യ സാധനങ്ങൾക്ക് വിലവർധന ഉണ്ടാകുമെന്നതിന്റെ സൂചനയാണിതെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഉൽപ്പാദകർക്ക് ലഭിക്കുന്ന വിലകളിലെ ശരാശരി മാറ്റം അളക്കുന്ന പുതിയ ഉൽപ്പാദക വില സൂചിക അനുസരിച്ച് ജൂണിലെ 0.9% വർദ്ധിച്ച് 3.3% ഉയർന്നുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. വരും മാസങ്ങളിൽ ഉപഭോക്താക്കൾക്ക് പ്രതീക്ഷിക്കാവുന്ന വിലവർധനവിന്റെ സൂചനയാണിത്. ഉൽപ്പാദകർ പണപ്പെരുപ്പത്തിന്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടത്. താരിഫുമായി ബന്ധപ്പെട്ട ഉയർന്ന ചിലവുകളും ഉൽപ്പാദകർ പണപ്പെരുപ്പം കൊണ്ട് നേരിടുന്ന ഞെരുക്കവും ഉപഭോക്താക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സ്ഥിതിയാണിത്. ജൂലൈയിൽ വിലകൾ 0.2%, വാർഷിക തോതായി 2.4% ഉയരുമെന്ന സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൾ ഇന്നലത്തെ നിരക്കുകൾ മറികടന്നു. ഇന്നലെ വ്യാപാരം ആരംഭിച്ചപ്പോൾ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 175 പോയിന്റ് ഇടിഞ്ഞു. ടെക് ഭീമന്മാരുൾപ്പെടെ നാസ്ഡാക്ക് കോമ്പോസിറ്റ് 0.3% താഴ്ന്നു. ജൂലൈയിലെ ഉപഭോക്തൃ വില സൂചിക പ്രകാരം ഇന്ധനവിലയിലെ ഇടിവ് വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തിയെങ്കിലും ഇറക്കുമതി ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നത് തുടരുകയാണ്. ഇതോടെ സെപ്റ്റംബറിലെ അവലോകന യോഗത്തിൽ അമേരിക്കയിലെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന വായ്പാ നിരക്ക് കുറയ്ക്കുമെന്ന വ്യാപാരികളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു. ഭക്ഷണവും ഊർജ്ജവും ഒഴികെയുള്ള പ്രധാന PPIയും 0.9% വർദ്ധിച്ചു. ഇതോടെ വാർഷിക നിരക്ക് 3.7% ഉയർന്നു. മാർച്ച് 7 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയാണിത്. അമേരിക്കയിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. 2024 മാത്രം 415ഓളം ദേവാലയങ്ങളിലാണ് ആക്രമണം നടന്നത്. ഫാമിലി റിസർച്ച് കൗൺസിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഈ നടുക്കുന്ന വെളിപ്പെടുത്തൽ. അമേരിക്കയിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. 2024 മാത്രം 415ഓളം ദേവാലയങ്ങളിലാണ് ആക്രമണം നടന്നത്. ഫാമിലി റിസർച്ച് കൗൺസിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഈ നടുക്കുന്ന വെളിപ്പെടുത്തലുള്ളത്. 284 നശീകരണ പ്രവർത്തനങ്ങൾ, 55 തീവയ്പ് കേസുകൾ, 28 ആയുധം ഉപയോഗിച്ചുള്ള ഭീഷണികൾ, 14 ബോംബ് ഭീഷണികൾ, മറ്റ് 47 ശത്രുതാപരമായ പ്രവർത്തനങ്ങൾ എന്നിവ നടന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ജൂണിലും ഫെബ്രുവരിയിലുമാണ് ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. ശരാശരി പ്രതിമാസം 35 സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ സംഖ്യ ഗണ്യമായി കൂടുതലാണെങ്കിലും 2023 ഫാമിലി റിസർച്ച് കൗൺസിലിൻ്റെ റിപ്പോർട്ടിൽ നിന്നും നേരിയ കുറവാണ് കാണുന്നത്. 2022 198, 2021 98, 2020 55, 2019 83, 2018 50 എന്നിങ്ങനെയാണ് കണക്കുകൾ. മിക്ക സംഭവങ്ങളിലും കുറ്റവാളികൾ ആരെന്നോ ആക്രമണത്തിന് ലക്ഷ്യമോ വ്യക്തമല്ലെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ചില പ്രവർത്തികൾ ക്രിസ്തുവിശ്വാസത്തോടുള്ള വിദ്വേഷം മൂലവും ചിലത് സാമ്പത്തിക നേട്ടം മൂലവും മറ്റുള്ളവ വിനാശകരമായ വിനോദത്തിൽ ഏർപ്പെടുന്ന കൗമാരക്കാർ ചെയ്തതായും റിപ്പോർട്ട് പറയുന്നു.
ഒറിഗോണിലെ പോർട്ട്ലാൻഡിലുള്ള സെയിൻറ്റ് പാട്രിക് കത്തോലിക്ക ദേവാലയത്തിൽ ഗർഭചിത്രത്തെ അനുകൂലിക്കുന്നവരുടെ അക്രമം നടന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ദേവാലയങ്ങൾക്കെതിരായി നടത്തുന്ന അക്രമങ്ങളോ മറ്റു കുറ്റകൃത്യങ്ങളോ അംഗീകരിക്കാനാവില്ലെന്നും രാഷ്ട്രീയ നേതാക്കൾ അത്തരം നടപടികളെ അപലപിക്കുകയും മതസ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും വേണമെന്നും FRCയുടെ സെന്റർ ഫോർ റിലീജിയസ് ലിബർട്ടി ഡയറക്ടർ ഏരിയൽ ഡെൽടാർക്കോ പ്രതികരിച്ചു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്തോത്രഗീതം നമ്മുടെ പ്രത്യാശയെ ശക്തിപ്പെടുത്തുമെന്ന് ലിയോ 14 പാപ്പ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനത്തിൽ കാസ്റ്റൽ ഗണ്ടോൾഫയിൽ അർപ്പിച്ച ദിവ്യബലി മധ്യേ വചന സന്ദേശത്തിലായിരുന്നു പാപ്പയുടെ ഉത്ബോധനം. പരിശുദ്ധ മറിയത്തിൽ നമ്മുടെ ചരിത്രം വിളങ്ങുന്നുവെന്നും പാപ്പ. നസ്രത്തിലെ മറിയത്തിൽ നമ്മുടെ ചരിത്രവും നമ്മുടെ പൊതുമാനവികതയിൽ ആമഗ്നമായ സഭയുടെ ചരിത്രവും അടങ്ങിയിരിക്കുന്നുവെന്ന് ലിയോ 14 പാപ്പ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്തോത്രഗീതം ദൈവദാസരുടെ പ്രത്യാശയെ ശക്തിപ്പെടുത്തുന്നുവെന്നും ഓഗസ്റ്റ് 15 പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനത്തിൽ കാസ്റ്റൽ ഗാൻഡോൾഫോയിൽ അർപ്പിച്ച ദിവ്യബലി മധ്യേ മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തി. ചരിത്രത്തിന്റെ ഗതിയെ മാറ്റിമറിച്ച യേശുവിന്റെ പെസഹ രഹസ്യം മറ്റൊരു വിധത്തിൽ നാം ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് തന്റെ പ്രസംഗം ആരംഭിച്ചത്. പരിശുദ്ധ കന്യകാമറിയത്തിൽ മാംസം ധരിച്ചുകൊണ്ട് ജീവന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ദൈവം മരണത്തെ കീഴടക്കിയെന്നും നമ്മോട് കൂടെയാണ് ദൈവം ഈ ജയം കൈവരിക്കുന്നതെന്നും പാപ്പ വിശുദ്ധീകരിച്ചു. മരണത്തിന്റെ ശക്തിയെ ഇല്ലാതാക്കേണ്ടതായ സമ്മതമാണ് യേശു കുരിശിൽ അരുളിയതെന്നും എന്നാൽ നമ്മുടെ കരങ്ങൾ ക്രൂശിക്കുകയും നമ്മുടെ ഹൃദയങ്ങൾ ഭയത്തിന്റെയും സംശയത്തിന്റെയും തടവിലാവുകയും ചെയ്യുമ്പോൾ ആ മരണം ഇപ്പോഴും പടരുന്നുവെന്നും പാപ്പ പറഞ്ഞു. കുരിശിന്റെ അരികിൽ മറിയം തന്റെ പുത്രനോടൊപ്പം ഐക്യപ്പെട്ടിരിക്കുന്നുവെന്ന് പാപ്പ സന്നിഹിതരായിരിക്കുന്നവരെ ഓർമ്മിപ്പിച്ചു. യേശു കുരിശിൽ അരുളിയ ആ സമ്മതം ഇക്കാലത്തെ രക്തസാക്ഷികളിൽ വിശ്വാസത്തിന്റെയും നീതിയുടെയും സൗമ്യതയുടെയും സമാധാനത്തിന്റെയും സാക്ഷികളിൽ ആവിഷ്കൃതമായിരിക്കുന്നുവെന്ന് പാപ്പ പ്രസ്താവിച്ചു. സ്വർഗാരോഹണ തിരുനാളിന്റെ ആനന്ദം ആർക്കുവേണ്ടി എങ്ങനെ ജീവിക്കണമെന്ന ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ നമ്മെ പ്രതിബദ്ധരാക്കുന്നുവെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ്റെ മനുഷ്യൻ മാനുഷികങ്ങളായ സുരക്ഷിതത്വങ്ങളിലും ഭൗതിക സുസ്ഥിതിയിലും മനസാക്ഷിയെ മയക്കുന്ന ഒരുതരം ആലസ്യത്തിലും അഭയംഗമിക്കുന്ന പ്രവണതയെക്കുറിച്ച് സൂചിപ്പിച്ച പാപ്പ ഇത് വിശ്വാസത്തെ ബലഹീനമാക്കുന്ന അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പേകി. ഇവിടെ മരണം കീഴടങ്ങലിൻ്റെയും വിലാപത്തിൻ്റെയും ഗൃഹാതുരത്വത്തിൻ്റെയും അരക്ഷിതാവസ്ഥയുടെയും രൂപങ്ങളിൽ കടന്നുവരുന്നുവെന്ന് പാപ്പ പറഞ്ഞു. ഇന്നും സഭ ജീവിക്കുന്നത് അവരുടെ ബലഹീനരായ അംഗങ്ങളിലൂടെയാണെന്ന് വ്യക്തമാക്കിയ പാപ്പ ദരിദ്രരും പീഡിപ്പിക്കപ്പെടുന്നവരുമായ ക്രൈസ്തവ സമൂഹങ്ങളും സംഘർഷവേദികളിൽ ആർദ്രതയുടെയും ക്ഷമയുടെയും സാക്ഷികളായവരും തകർന്ന ലോകത്ത് സമാധാനത്തിൻ്റെ ശില്പികളാകുന്നവരും പാലങ്ങൾ പണിയുന്നവരും സഭയുടെ സന്തോഷമാണെന്നും അവരുടെ നിലനിൽക്കുന്ന ഫലഭൂയിഷ്ഠതയാണെന്നും പ്രസ്താവിച്ചു. യേശുക്രിസ്തുവിന്റെ ജന്മസ്ഥലമായ ബെത്ലഹേമിൽ നിന്ന് ക്രൈസ്തവർ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകുന്നു എന്ന് റിപ്പോർട്ടുകൾ. ഗാസ മുനമ്പിലെ യുദ്ധവും ഉപരോധവും മൂലം പട്ടിണിയും തകർന്ന സാമ്പത്തിക സ്ഥിതിയും അരക്ഷിതാവസ്ഥയുമാണ് ബെത്ലഹേമിലുള്ള ആളുകളെ, പ്രത്യേകിച്ച് ക്രൈസ്തവരെ, കൂട്ടത്തോടെ ഈ പുണ്യസ്ഥലത്ത് നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിക്കുന്നത്. ബെത്ലഹേമിൽ ശുശ്രൂഷ ചെയ്യുന്ന മുതിർന്ന ഫ്രാൻസിസ്കൻ വൈദികനായ ഫാദർ ഇബ്രാഹിം ഫാൽത്തസാണ് ഈ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. ഗാസ മുനമ്പിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധസാഹചര്യങ്ങളും തീവ്രവാദ ഭീഷണികളും ഉയർത്തിക്കൊണ്ടുവന്ന രൂക്ഷമായ പ്രതിസന്ധി ജെറുസലേം, പാലസ്തീൻ, വെസ്റ്റ് ബാങ്ക് മുതലായ ഇടങ്ങളിലെ സാമ്പത്തിക ജീവിതത്തെയും സുരക്ഷാ സാഹചര്യങ്ങളെയും തകർത്തതോടെ യേശുവിന്റെ ജനനസ്ഥലമായ ബെത്ലഹേമിൽ നിന്ന് വലിയൊരു ശതമാനം ക്രൈസ്തവർ ഒഴിഞ്ഞു പോവുകയാണെന്ന് മുതിർന്ന ഫ്രാൻസിസ്കൻ വൈദികന്റെ വെളിപ്പെടുത്തൽ. ക്രിസ്ത്യാനികളില്ലാത്ത ബെത്ലഹേമിനെ നിങ്ങൾക്ക് കാണണമോ എന്ന ചോദ്യമുയർത്തിയ ഫ്രാൻസിസ്കൻ വൈദികനായ ഫാദർ ഇബ്രാഹിം ഫൽത്താസ് വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവർ ഗുരുതര ഭീഷണിക്ക് മുൻപിലാണെന്ന് മുന്നറിയിപ്പ് നൽകി. ഗാസയും അനുബന്ധ പ്രദേശങ്ങളും യുദ്ധഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ദുരിതത്തിലായതോടെ ലോകമെങ്ങുമുള്ള തീർത്ഥാടകരുടെ അഭാവത്തിൽ 22 മാസമായി ബെത്ലഹേമിൽ തൊഴിലില്ലാതായിരിക്കുകയാണെന്നും 175 ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഇതിനോടകം ബെത്ലഹേം വിട്ടുപോയതായും ഫാദർ ഇബ്രാഹിം ഫൽത്താസ് പറഞ്ഞു. പ്രധാനമായും തീർത്ഥാടക സംഘത്തിലുള്ള സഞ്ചാരികളെ ആശ്രയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു പ്രദേശവാസികൾ. യുദ്ധക്കെടുതി മൂലം ബെത്ലഹേമും വെസ്റ്റ് ബാങ്കും തുറസായ ജയിലുകളായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. 2023 ഒക്ടോബർ 7 മുതൽ യാത്രാ നിയന്ത്രണം ആരംഭിച്ചതിനെ തുടർന്ന് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള പാലസ്തീനികൾക്ക് ഇസ്രായേലിൽ നിന്നുള്ള തൊഴിൽ നഷ്ടമായി. അതേസമയം ജെറുസലേമിലെ അവസ്ഥയിൽ കാര്യമായ മാറ്റമുണ്ടായിട്ടില്ല. പുണ്യനാട്ടിൽ ക്രൈസ്തവരിൽ 90% പേരും വിനോദസഞ്ചാര മേഖലയെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും തീർത്ഥാടകരുടെയും വിനോദസഞ്ചാരികളുടെയും കുറവ് കാരണം മുൻപ് വളരെ നല്ല രീതിയിൽ ആദായമുണ്ടായിരുന്ന ഹോട്ടലുകളും കടകളുമെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. യേശുവിന്റെ ജന്മനാട്ടിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാവി സംരക്ഷിക്കുവാൻ അടിയന്തര നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അബുന ഇബ്രാഹിം ഫൽത്താസ് ഫ്രാൻസിസ്കൻ സഭയിലെ സന്യാസ വൈദികനാണ്. ഈജിപ്തുകാരനായ ഇദ്ദേഹം 1992 വൈദിക പട്ടം സ്വീകരിച്ചു. ജെറുസലേമിൽ താമസിച്ചു വരുന്ന ഫാദർ ഇബ്രാഹിം ഫാൽത്താസ് സ്കൂൾ ഓഫ് ഹോളിലാൻഡ്, കാസാനോവ എന്നിവയുടെ ഡയറക്ടറാണ്. ബെത്ലഹേമിൽ അസിസ്റ്റന്റ് പാസ്റ്ററായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ എഞ്ചിനീയറായിരുന്ന ബ്രദർ മാത്യുവിൻ്റെയും ഡോക്ടറായിരുന്ന ബ്രദർ ആന്റണിയുടെയും പൗരോഹിത്യ ശുശ്രൂഷയിലേക്കുള്ള ചുവടുവയ്പ് ശ്രദ്ധ നേടുന്നു.
ഓഗസ്റ്റ് 9 കളമശ്ശേരി രാജഗിരി പള്ളിയിൽ വെച്ച് ഷിക്കാഗോ രൂപതാധ്യക്ഷൻ മാർ ജോയ് ആലപ്പാട്ട് ഇരുവരുടെയും ഡീക്കൻ സബ് ഡീക്കൻ പട്ട ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. അമേരിക്കയിൽ എഞ്ചിനീയർ ഡോക്ടർ ഉദ്യോഗങ്ങളുടെ അസൂയാവഹമായ മാനുഷിക സാധ്യതകളുടെ മധ്യേ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ അൾത്താരയിൽ പരികർമ്മം ചെയ്യുന്ന പുരോഹിതരാകുവാൻ അത്യാനന്ദത്തോടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് 35-കാരായ ബ്രദർ മാത്യുവും ബ്രദർ ആന്റണിയും. ഓഗസ്റ്റ് 9 കളമശ്ശേരി രാജഗിരി പള്ളിയിൽ വെച്ച് ഷിക്കാഗോ രൂപതാധ്യക്ഷൻ മാർ ജോയ് ആലപ്പാട്ട് പിതാവിൽ നിന്ന് ബ്രദർ മാത്യു ഡീക്കൻ പട്ടവും ബ്രദർ ആന്റണി സബ് ഡീക്കൻ പട്ടവും സ്വീകരിച്ചപ്പോൾ അവിടെ പ്രതിഫലിച്ചത് തന്റെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്യാനായി വിശ്വസ്തരായ വേലക്കാരെ അതിശയകരമായ വിധത്തിൽ തിരഞ്ഞെടുക്കുന്ന കർത്താവിന്റെ മഹനീയ പ്രവൃത്തി കൂടിയായിരുന്നു. വൈക്കം വെച്ചൂർ പള്ളിവാതുക്കൽ പരേതനായ ജേക്കബ് മാത്യു അൽഫോൺസ ദമ്പതികളുടെ മകനാണ് ബ്രദർ മാത്യു ജേക്കബ്. രാജഗിരി കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി 8 വർഷം കൊച്ചിയിലും പിന്നീട് ജനറൽ ഇലക്ട്രിക് എന്ന ബഹുരാഷ്ട്ര കമ്പനിയുടെ ന്യൂയോർക്കിലെ ഓഫീസിലും ജോലി ചെയ്തു. പിന്നീട് തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് അതെല്ലാം ഉപേക്ഷിച്ചാണ് ജീസസ് യൂത്ത് പ്രവർത്തകൻ കൂടിയായ മാത്യു ജേക്കബ് വൈദിക പഠനത്തിലേക്ക് ചുവടുവച്ചത്. തൃശൂർ അമല മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പൂർത്തിയാക്കിയ ബ്രദർ ആന്റണി ചേർത്തല കുന്നുംപുറത്ത് തോമസ് റാണി ദമ്പതികളുടെ മകനാണ്. അമേരിക്കയിൽ നിന്ന് ഇന്റേണൽ മെഡിസിനിൽ സ്പെഷ്യലൈസേഷൻ പൂർത്തിയാക്കി 2015 ജീസസ് യൂത്ത് മിഷന്റെ ഭാഗമായി ദരിദ്ര രാജ്യമായ ഹെയ്ത്തിയിൽ സാമൂഹിക സേവനത്തിന് നിയോഗിക്കപ്പെട്ടതാണ് ജീവിതത്തിൽ വഴിത്തിരിവായത്. 1 വർഷത്തെ മിഷൻ പ്രവർത്തനം പൗരോഹിത്യ ദൈവവിളി പിൻചൊല്ലാൻ പ്രചോദനമായി. ഫ്ലോറിഡയിലെ സെന്റ് വിൻസെന്റ് പോൾ റീജിയണൽ സെമിനാരിയിലാണ് ഇരുവരുടെയും പഠനം. 5 വർഷത്തെ പഠനം പൂർത്തിയാക്കിയ ബ്രദർ മാത്യു ഓഗസ്റ്റ് 9 ശനിയാഴ്ച ഡീക്കനായി ഉയർത്തപ്പെട്ടപ്പോൾ പഠനം 4ാം വർഷത്തിലേക്ക് കടന്ന ബ്രദർ ആന്റണി സബ് ഡീക്കൻ പട്ടവും നേടി. ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിയുടെ സ്മൃതി മണ്ഡപത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെത്തിയത്. അഭിമാനത്തിന്റെ ഉത്സവമാണിതെന്നും കോടിക്കണക്കിന് സേനാനികളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് സ്വാതന്ത്ര്യമെന്നും മോദി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും പരാമർശിച്ച മോദി സൈനികരെ അഭിനന്ദിക്കുകയും ചെയ്തു. രാവിലെ 7:30യോടെയാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയത്. ഇതിനു മുന്നോടിയായി രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി. വികസിത ഭാരതത്തിനായി പ്രവർത്തിക്കാൻ പ്രചോദനമാവട്ടെ എന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം. ചെങ്കോട്ടയിൽ 96 പേരുള്ള സംഘമാണ് ഗാർഡ് ഓഫ് ഓണർ നൽകിയത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ചെങ്കോട്ടയിലെത്തി. ദേശീയ പതാക ഉയർത്തുന്നതിനിടയിൽ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തി. ഹെലികോപ്റ്ററുകളിലൊന്നിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയിരുന്നു. പതാക ഉയർത്തിയതിനു പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി സംസാരിച്ചു. ആത്മാഭിമാനത്തിന്റെ ഉത്സവമാണ് കൊണ്ടാടുന്നതെന്നും കോടിക്കണക്കിന് മനുഷ്യരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് സ്വാതന്ത്ര്യമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഭരണഘടനാ ശില്പികളെയും സ്വാതന്ത്ര്യസമര സേനാനികളെയും മോദി അനുസ്മരിച്ചു. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ സൈന്യം രാജ്യത്തിന്റെ കരുത്ത് കാട്ടി. 100 കിലോമീറ്റർ വരെ പാകിസ്ഥാനിലേക്ക് കടന്നാക്രമിച്ചു. ഭീകരവാദികൾക്ക് അർഹമായ തിരിച്ചടി നൽകി. ഭീകരതയ്ക്കൊപ്പം നിൽക്കുന്ന പാകിസ്ഥാന്റെ ഉറക്കം നഷ്ടപ്പെട്ടുവെന്നും സൈന്യം ഭീകരവാദികൾക്ക് തക്ക മറുപടി നൽകിയെന്നും മോദി പറഞ്ഞു. ആണവായുധം കാണിച്ച് ഇന്ത്യയെ വിരട്ടാൻ ശ്രമിക്കേണ്ടെന്നും പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്നും മോദി പറഞ്ഞു. സിന്ധു നദീജല കരാറിൽ വിട്ടുവീഴ്ചയില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിലെ ജലത്തിന്റെ അധികാരം ഇവിടുത്തെ കർഷകർക്കാണെന്നാണ് പ്രസംഗത്തിന്റെ പ്രാരംഭത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രതിഫലിച്ചത് ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയാണ്. ഇന്ത്യയുടെ ആണവോർജ്ജ ശേഷി 10 ഇരട്ടി വർദ്ധിച്ചെന്നും നമ്മുടെ ആയുധബലം ശത്രുവിനെ അമ്പരിപ്പിച്ചെന്നും മോദി പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ഭീഷണിക്ക് രാജ്യം ഡോളറിനെയും പൗണ്ടിനെയും ആശ്രയിക്കേണ്ടതില്ലെന്നായിരുന്നു മോദിയുടെ മറുപടി. നമുക്ക് സ്വന്തം നിലയ്ക്ക് മുന്നോട്ടു പോകാനുള്ള കരുത്തുണ്ടെന്നും ഊർജ്ജ ഇറക്കുമതിക്ക് ചെലവാക്കുന്ന തുക രാജ്യത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ സ്ത്രീകൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ലോകം മുഴുവൻ ആവശ്യക്കാരുണ്ട്. ഇന്ത്യയിൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കണം. ബഹിരാകാശത്ത് രാജ്യം സ്വന്തം സ്റ്റേഷൻ നിർമ്മിക്കുന്നതാണ് ലക്ഷ്യം. AI-യുടെ സാധ്യതകൾ രാജ്യം പരമാവധി ഉപയോഗപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നവർക്ക് മുൻപിൽ ചരിത്രത്തിന്റെ തെളിവുകൾ. ബൈബിളിലെ പ്രധാന കഥാപാത്രമായ മോശ ഒരു ചരിത്ര പുരുഷനാണെന്ന അംഗീകാരം നൽകുന്ന കണ്ടെത്തലുകൾ. ഈജിപ്ഷ്യൻ ഖനിയിൽ കണ്ടെത്തിയ ലിഖിതത്തിൽ ബൈബിളിന് പുറത്ത് മോശയെക്കുറിച്ചുള്ള ഏറ്റവും പുരാതന പരാമർശം. 3800 വർഷം പഴക്കമുള്ള ചരിത്ര സത്യങ്ങൾ കണ്ടെത്തി ഗവേഷകൻ.
ഈജിപ്ഷ്യൻ ഖനിയിൽ കണ്ടെത്തിയ 3800 വർഷം പഴക്കമുള്ള ലിഖിതത്തിൽ ബൈബിളിന് പുറത്ത് കണ്ടെത്തിയ മോശയെക്കുറിച്ചുള്ള ഏറ്റവും പുരാതന പരാമർശം കണ്ടെത്തിയതായി സ്വതന്ത്ര ഗവേഷകനായ മൈക്കൽ എസ് ബാരോൺ ഹൈ റെസല്യൂഷൻ ഇമേജറിയും ഹാർവാർഡിലെ സെമറ്റിക് മ്യൂസിയം നൽകിയ 3D സ്കാനുകളും ഉപയോഗിച്ച് ഒരു ദശാബ്ദകാലം നീണ്ടുനിന്ന പഠനത്തിന് ശേഷമാണ് മോശയെക്കുറിച്ചുള്ള 2 പരാമർശങ്ങൾ ലിഖിതത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന നിഗമനത്തിൽ ബാരോൺ എത്തിയത്. 1900കളുടെ തുടക്കത്തിലെ പ്രശസ്ത പുരാവസ്തു ഗവേഷകനായ സർ വില്യം ഫ്ലിൻഡേഴ്സ് പെഡ്രി ഈജിപ്തിലെ സീനായ് പെനിൻസുലയിലെ ഖനിയായ സെറാബിച്ചൽ ഖാദിമിൽ നിന്നാണ് ഈ ലിഖിതം ആദ്യം കണ്ടെത്തിയത്. ഫറവോ അമെന്നംഹാത്ത് മൂന്നാമന്റെ ഭരണകാലത്ത് ഏകദേശം 1800 BC-യിൽ സെമറ്റിക് ഭാഷ സംസാരിച്ചിരുന്ന തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്ന ആദ്യകാല ലിപികളിൽ ഒന്നായ പ്രോട്ടോസിനറ്റിക് ഭാഷയിൽ നിന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. മൈക്കിളിന്റെ കണ്ടെത്തൽ സ്ഥിരീകരിച്ചാൽ നിലവിൽ മോശയെക്കുറിച്ചുള്ള ആദ്യകാല ഹീബ്രു പരാമർശങ്ങളെക്കാൾ നൂറ്റാണ്ടുകൾ മുമ്പുള്ള ഈ പരാമർശം മോശ ഒരു ചരിത്ര പുരുഷനാണെന്ന വാദത്തിന് ബലം പകരും. അതേസമയം പിയർ റിവ്യൂഡ് ജേർണലുകളിൽ ഒന്നും പ്രസിദ്ധീകരിക്കാത്ത മൈക്കിളിന്റെ ഗവേഷണത്തെ ഈജിപ്ഷ്യോളജിസ്റ്റും ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാലയിലെ പ്രൊഫസറുമായ ഡോക്ടർ തോമസ് ഷ്നൈഡറിനെ പോലുള്ളവർ ചോദ്യം ചെയ്യുന്നു. എന്നാൽ ബാരോണിന്റെ അക്കാഡമിക് ഉപദേഷ്ടാവായ ഡോക്ടർ പീറ്റർ വാൻഡെർവിൻ മൈക്കിളിന്റെ കണ്ടെത്തലിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തന്റെ ഗവേഷണം തുടരുകയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൂടുതൽ പഠനങ്ങൾ ഈ കണ്ടെത്തലിനെ സ്ഥിരീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുമെന്നും മൈക്കൽ എസ് ബാരോൺ പ്രതികരിച്ചു. ബൈബിളിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ മോശയെ ഒരു ചരിത്ര പുരുഷനായി അംഗീകരിക്കുവാനുള്ള സാധ്യത ഈ കണ്ടെത്തലിനെ ക്രൈസ്തവർക്ക് പ്രധാനപ്പെട്ടതായി മാറ്റുന്നു. നാസികളുടെ തടങ്കലിൽ വെച്ച് അറിയപ്പെടാത്ത തന്റെ അയൽക്കാരനു വേണ്ടി ക്രിസ്തുവിന്റെ സ്നേഹത്താൽ സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായ വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ സഹനത്തിന്റെയും ഓഷ്വിച്ച് ക്യാമ്പിലെ ദയനീയതയുടെയും ക്രൂരതയെയും കുറിച്ച് ചരിത്രപരമായ വസ്തുതകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രം പുറത്തിറങ്ങി. പോളണ്ടിലെ വാർസോയിൽ 2025 ഓഗസ്റ്റ് 13-നാണ് ട്രയംഫ് ഓഫ് ദി ഹാർട്ട് എന്ന പേരിട്ട ചലച്ചിത്രത്തിന്റെ പ്രകാശനം നടന്നത്. ക്രിസ്തു സ്നേഹത്തിൽ വേരൂന്നി സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിച്ച വിശുദ്ധ മാക്മിലിയൻ കോൾബയുടെ അവസാന നിമിഷങ്ങൾ പൊതുജനത്തിനായി പങ്കുവച്ചുകൊണ്ടുള്ള ചലച്ചിത്രം പ്രദർശിപ്പിച്ചു. ഒരിക്കൽ നാസികൾ അധിനിവേശം നടത്തിയ പോളണ്ടിലെ വാർസോയിലാണ് 2025 ഓഗസ്റ്റ് 13-ന് ആദ്യ പ്രീമിയർ പ്രദർശനം നടന്നത്. ട്രയം ഓഫ് ദി ഹാർട്ട് എന്ന് പേരിട്ടിരിക്കുന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് പ്രൊഡ്യൂസറും ഡയറക്ടറുമായ ആന്റണി ദി അംബ്രോസിയോയാണ്. ഒരു കത്തോലിക്ക വിശ്വാസിയും കത്തോലിക്ക ചലച്ചിത്ര സംവിധായകനുമായ അംബ്രോസിയോ US-ലെ ടെക്സാസിൽ ഫ്ലവർ മൗണ്ടിലാണ് താമസിച്ചു വരുന്നത്. പോളണ്ടുകാരനായ മാർസിൻ ക്വാസീനിയാണ് മാക്മിലിയൻ കോൾബയുടെ വേഷം ചെയ്തിരിക്കുന്നത്. അഭിനേതാവും തിരക്കഥാകൃത്തും സംവിധായകനുമായ ക്വാസീനി പ്രിസർവ് അറ്റ് ദി ഒഡേസ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രധാന നായകവേഷത്തിന് സമ്മാനം നേടിയിരുന്നു. പോളണ്ടിലെ കുപ്രസിദ്ധിയാർജിച്ച ഓഷ്വിച്ച് ക്യാമ്പിലെ ജയിലറയിൽ 1941-ൽ വിശുദ്ധ മാക്മിലിയൻ കോൾബെ വന്നെത്തിച്ചേരുന്നതോടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. വിശുദ്ധന്റെ ജീവിതത്തിലെ വിശ്വാസ ഭക്തി തീക്ഷ്ണതയുടെ രംഗങ്ങൾ ആവശ്യത്തിന് ഈ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 2 ആഴ്ചയോളം ജലപാനീയങ്ങളില്ലാതെ തടവുപുള്ളികൾക്കൊപ്പം കഴിച്ചുകൂട്ടിയ ദിനരാത്രങ്ങൾ വളരെ ശ്രദ്ധയർഹിക്കുന്നതാണ്. അടിസ്ഥാനപരമായ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് ചിത്രീകരണം പൂർത്തീകരിക്കുവാൻ സാധിച്ചതെന്ന് ആന്റണി ദി അംബ്രോസിയോ പറയുകയുണ്ടായി. പോളണ്ടിലെ ഇടവകകളും കമ്മ്യൂണിറ്റികളും മറ്റു ധനസഹായങ്ങളും ചിത്രീകരണത്തിനാവശ്യമായ സ്ഥല സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. വിഷാദരോഗത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ ജീവിക്കുമ്പോഴായിരുന്നു വിശുദ്ധന്റെ ജീവിതകഥ ജീവഗന്ധിയായി അനുഭവപ്പെട്ടതെന്ന് അംബ്രോസിയോ അഭിപ്രായപ്പെട്ടു. ക്രിസ്തു സ്നേഹത്തിൽ ആഴപ്പെട്ട് സ്നേഹിതനു വേണ്ടി ജീവൻ ത്യജിച്ച വിശുദ്ധ മാക്മിലിയൻ കോൾബയുടെ കഥ ഇന്നത്തെ സ്നേഹം വലിച്ചെറിയപ്പെട്ട കാലഘട്ടത്തിൽ പ്രകാശരശ്മിയാണെന്ന് സംവിധായകൻ പറയുകയുണ്ടായി. അതേസമയം ക്രൂരതയ്ക്ക് കുപ്രസിദ്ധി ആർജിച്ച ഓഷ്വിറ്റ്സ് ക്യാമ്പിലെ നാസികളുടെ കിരാത നടപടികളും ചലച്ചിത്രം എടുത്തു പറയുന്നുണ്ട്. US-ൽ സെപ്റ്റംബർ ആദ്യവാരത്തോടുകൂടി സിനിമകളിൽ ചലച്ചിത്രം പ്രദർശിപ്പിക്കുമെങ്കിലും മറ്റു രാജ്യങ്ങളിലും OTT-യിലുമുള്ള പ്രദർശന സമയങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. നൈജീരിയയിൽ നടക്കുന്ന ആസൂത്രിത ക്രൈസ്തവ വേട്ടയുടെ നടുക്കുന്ന കണക്കുകളുമായി ഇന്റർ സൊസൈറ്റിയുടെ പുതിയ റിപ്പോർട്ട്. 7 മാസത്തിനിടെ 7000-ലേറെ ക്രൈസ്തവർ കൊല്ലപ്പെട്ടതായും 7800 ക്രൈസ്തവരെ തട്ടിക്കൊണ്ടുപോയതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. 2017 മുതൽ നൈജീരിയയിൽ അനിയന്ത്രിതമായി കടന്നുകയറ്റം നടത്തുന്ന ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായതാണ് ക്രിസ്ത്യാനികളുടെ കൂട്ടക്കൊലയിലെ വർധനവിന് കാരണമെന്ന് റിപ്പോർട്ട് പറയുന്നു. നൈജീരിയയിൽ 7 മാസത്തിനിടെ കൊല്ലപ്പെട്ടത് 7000-ലേറെ ക്രൈസ്തവർ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടീസ് ആൻഡ് റൂൾ ഓഫ് ലോ അഥവാ ഇന്റർ സൊസൈറ്റി എന്ന സംഘടന പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് നടുക്കുന്ന കണക്കുകൾ ഉള്ളത്. 2025 ജനുവരി 1 മുതൽ ഓഗസ്റ്റ് 10 വരെയുള്ള 220 ദിവസങ്ങൾക്കിടെ 7087 ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടിലെ വെളിപ്പെടുത്തൽ. ഇതിനും പുറമെ വിശ്വാസത്തിന്റെ പേരിൽ 7800 ക്രൈസ്തവരെ അക്രമാസക്തമായ രീതികളിലൂടെ തട്ടിക്കൊണ്ടുപോയതായും
കണക്കുകൾ വ്യക്തമാക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള നൈജീരിയയിൽ ഓരോ ദിവസവും ശരാശരി 30 ക്രിസ്ത്യാനികളും 1 മണിക്കൂറിൽ 1-ലധികം ക്രിസ്ത്യാനികളും കൊല്ലപ്പെടുന്നുണ്ട് എന്നാണ് മരണസംഖ്യയുടെ വെളിച്ചത്തിൽ ഇന്റർ സൊസൈറ്റി കണക്കാക്കുന്നത്. 2017 മുതൽ നൈജീരിയയിൽ അനിയന്ത്രിതമായ കടന്നുകയറ്റം നടത്തുന്ന ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായതാണ് നൈജീരിയയിൽ ക്രിസ്ത്യാനികളുടെ ക്രൂരവും അനിയന്ത്രിതവുമായ കൂട്ടക്കൊലയിലെ വർധനവിന് കാരണമെന്ന് റിപ്പോർട്ട് പറയുന്നു. ക്രിസ്തുമതത്തെയും തദ്ദേശീയ സാംസ്കാരിക പൈതൃകത്തെയും ഇല്ലാതാക്കാനും 2075 നൈജീരിയയിൽ സുൽത്താനേറ്റ് സ്ഥാപിക്കാനും ശ്രമിക്കുന്ന 22 ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സുരക്ഷിത കേന്ദ്രമാണ് നൈജീരിയ എന്ന പ്രത്യേക പരാമർശവും റിപ്പോർട്ടിലുണ്ട്. 2025 ആദ്യ 220 ദിവസങ്ങളിൽ ബെന്യൂ സംസ്ഥാനത്ത് മാത്രം 1100 ക്രൈസ്തവ കൊലകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതേ കാലയളവിൽ പ്ലാറ്റു സംസ്ഥാനത്ത് 806 ക്രൈസ്തവർ കൊല്ലപ്പെട്ടപ്പോൾ കടുന സംസ്ഥാനത്ത് മാത്രം 620 ക്രൈസ്തവരാണ് കൊല്ലപ്പെട്ടത്. നൈജർ സംസ്ഥാനത്താകട്ടെ ക്രൈസ്തവരുടെ തുടർച്ചയായ തട്ടിക്കൊണ്ടുപോകലുകൾക്കും കൊലപാതകങ്ങൾക്കും പുറമെ പീഡനങ്ങൾ, തിരോധാനങ്ങൾ, നിർബന്ധിത വിവാഹങ്ങൾ, കുട്ടികൾ ഉൾപ്പെടെ നേരിടുന്ന ലൈംഗിക ചൂഷണങ്ങൾ, കുടിയൊഴിപ്പിക്കൽ, നിർബന്ധിത ഇസ്ലാമിക മതപരിവർത്തനം എന്നിവയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ക്രൈസ്തവരായതിന്റെ പേരിൽ മാത്രം മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളും പീഡനങ്ങളും അതിക്രമങ്ങളും മനുഷ്യക്കടത്തുകളും സംഖ്യാതീതമായി വർദ്ധിക്കുമ്പോഴും പല മനുഷ്യാവകാശ സംഘടനകളും നീതിപാലകരും സമാധാനകാംക്ഷികളും അന്താരാഷ്ട്ര സംഘടനകളും ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുന്നതിലെ നിശബ്ദ പിന്തുണ തികച്ചും അപലപനീയമാണ്. അതേസമയം പീഡനങ്ങളിലും തഴച്ചു വളരുന്ന നൈജീരിയയിലെ ക്രൈസ്തവ സഭയുടെ വിശ്വാസം ആഗോള സഭയ്ക്ക് തന്നെ വലിയ മാതൃകയാവുകയാണ്. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.